വേദി കാനഡയിലെ വാങ്കുവറിൽ നടന്ന 76ാമത് ഫിഫ കോൺഗ്രസ്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഇസ്രായേൽ ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ തലവന്മാരെ ഒരേ വേദിയിൽ ഹസ്തദാനം ചെയ്യാൻ ക്ഷണിക്കുന്നു. എന്നാൽ ഫിഫയുടെ ആ വേദിയിൽ നടന്നത് നാടകീയമായ രംഗങ്ങളും കടുത്ത വാഗ്വാദങ്ങളും. ഇസ്രായേൽ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാസിം ഷെയ്ഖ് സുലൈമാനുമായി ഹസ്തദാനം ചെയ്യാനോ വേദി പങ്കിടാനോ ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജിബ്രീൽ റജൂബ് തയ്യാറാവാത്തതാണ് സംഭവം. ഇതേ തുടർന്ന് ഫിഫ പ്രസിഡന്റ് ഏറെ നേരം ഇരുവരുമായി സംസാരിക്കുന്നുണ്ട്. റജൂബിന്റെ കൈപിടിച്ച് സുലൈമാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുമുണ്ട് ഫിഫ പ്രസിഡന്റ്. എന്നാൽ മൈക്കുകൾക്ക് മുൻപിൽ വെച്ച് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് റജൂബ്. കൈകൊടുക്കാൻ വിസമ്മതിച്ച് അദ്ദേഹം വേദിയും വിട്ടു. തൻ്റെ തീരുമാനത്തെ ജിബ്രീൽ റജൂബ് ന്യായീകരിച്ചത് ഇപ്രകാരമാണ്: ഫാസിസവും വംശഹത്യയും മറച്ചുവെക്കാൻ ഇസ്രായേലികൾ കൊണ്ടുവന്ന ഒരാൾക്ക് കൈ കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾ അത്രമേൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ഫിഫയിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ വംശഹത്യ ആരോപണം ഇസ്രായേൽ അവിടെയും തള്ളി. ഫലസ്തീൻ ഉന്നയിക്കുന്ന പ്രധാന പരാതികൾ ഇവയാണ്: വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലകളിലെ ക്ലബ്ബുകളെ ഇസ്രായേൽ ലീഗിൽ കളിക്കാൻ അനുവദിക്കുന്നത് ഫിഫ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഫലസ്തീൻ വാദിക്കുന്നു. ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ ഫിഫ മടിക്കുന്നതിനെതിരെ ഫലസ്തീൻ കായിക തർക്ക പരിഹാര കോടതിയായ CAS സമീപിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് വിഷയത്തിൽ നടപടി എടുത്തിട്ടില്ലെങ്കിലും വംശീയാധിക്ഷേപം ഉൾപ്പെടെയുള്ള മറ്റ് അച്ചടക്ക ലംഘനങ്ങൾക്ക് ഇസ്രായേലിന് ഫിഫ $1,90,000 പിഴ ചുമത്തിയിട്ടുണ്ട്. അതേസമയം ഉക്രൈനെ ആക്രമിക്കുന്നു എന്ന കാരണത്താൽ റഷ്യൻ ടീമിനെ ഫുട്ബോളിൽ നിന്നും വിലക്കിയതും ഇതേ ഫിഫ തന്നെയാണ്. ഇതിനെ ഇരട്ടത്താപ്പ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കുട്ടികളുടെ ഭാവി മുൻനിർത്തി ഇരുവിഭാഗവും ഒത്തുപോകണമെന്ന് ഇൻഫാന്റിനോ അഭ്യർത്ഥിക്കുന്നുമുണ്ട്. എന്നാൽ ഗൗരവമായ രാഷ്ട്രീയ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ വെറുമൊരു ഹസ്തദാനത്തിലൂടെ പരിഹരിക്കാം എന്ന് കരുതുന്നത് അസംബന്ധമാണെന്നാണ് ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൂസൻ ഷബലി പിന്നീട് പ്രതികരിച്ചത്.